Okay, New Year message I'll be continuing on this coming Sunday. നീ പുതുവർഷത്തായിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞ് ഈ ഞായറാഴ്ച മുതലായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. Because most of the people will be sleeping. കാരണം ഇപ്പോൾ പലരും ഉറക്കത്തിലാണ്. And it's a time to sleep. ഇപ്പോൾ ഉറങ്ങേണ്ട സമയം കൂടെയാണ്. So let's read a portion from this. Just a couple of thoughts that I want to share with you. നിങ്ങളോട് പകരുവാൻ തക്കണം ആഗ്രഹിക്കുന്ന ചില ചിന്തകൾ ഞാൻ ഇന്ന് എടുക്കുവാൻ തക്കണം താല്പര്യപ്പെടുന്നു. I will continue this on the coming Sunday. അതിനെക്കുറിച്ച് മറ്റു വ്യക്തമായിട്ട് ഞാൻ ഈ ഞായറാഴ്ചകൾ സംസാരിക്കുന്നതായിരിക്കും. Let's open the Bible from book of Psalms chapter 37. 37 സങ്കീർത്തനം 37 സങ്കീർത്തനം 37 1 to 5. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Amen. Verse 4 says, "Delight yourself also in the Lord, and he shall give you the desires of your heart." അതിൽ 4ാമത്തെ വാക്യപ്രകാരം വായിക്കുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. Okay, this new year starting from now today, ഇന്ന് ഈ പുതുവർഷം എന്ന് പറയുന്നത് ഈ ദിവസം തുടങ്ങുകയാണ്. what is your desire? That's what I want to share with you. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അതാണ് ഞാൻ നിങ്ങളോട് പകരുവാൻ ആഗ്രഹിക്കുന്നത്. What are you desiring from the Lord? ദൈവത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? We all may say many things that we can desire. നമുക്ക് ആഗ്രഹിക്കേണ്ടതായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പറയുവാൻ സാധിക്കും. Last year when I was thinking about the last year, ഞാൻ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, we have a dear brother here. He fell down from the second floor roof about I think 20-25 feet. ഏകദേശം 20-25 അടിയോളം ഉയരത്തിലുള്ള കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ ഒരു സഹോദരനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. And 9 months he was continually on the bed rest. കഴിഞ്ഞ 9 മാസത്തോളം താൻ കിടക്കയിലായിരുന്നു, എഴുന്നേൽക്കുവാൻ സാധിക്കാതെ വണ്ണമായിരുന്നു. I surprised yesterday when I saw. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ വളരെ അതിശയിച്ചു. Because he have a problem with the spinal cord. കാരണം അദ്ദേഹത്തിന്റെ നടുവിന് തനിക്ക് പ്രശ്നമുണ്ട്. And we never thought that he going to able to walk. ഒരിക്കലും അദ്ദേഹം നടക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. So many things God done in our life. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നു. This is the day that we have to give thanks to the Lord for all the things that he done to us. ഈ കഴിഞ്ഞ വർഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി പറയുന്ന ഒരു ദിവസമാണ്. So when we looking back, നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, so many things that he done, but many times they forget to give thanks unto the Lord. ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുവെങ്കിലും പലപ്പോഴും അവൻ ചെയ്ത നന്മകൾ നമ്മൾ മറന്നു പോകുന്ന അവസ്ഥകളാണ്. So Psalm says, "Delight yourself in the Lord, and shall give you the desire of your heart." That God want to give something to you and which you are desiring. 4ാമത്തെ വാക്യത്തിൽ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ദൈവം നിന്റെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ നിനക്ക് നിവർത്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. I wrote so many things today about the desires. ആഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. I want to share 3 things: desire, decision, discipline. ഞാൻ അതിൽ 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹം, തീരുമാനങ്ങൾ, അതുപോലെ തന്നെ discipline. അച്ചടക്കം. ഓക്കെ, താങ്ക് യു. So everybody have a desire. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. Does anybody have no desire? ആഗ്രഹമില്ലാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? We have a new boy with us. ഒരു പുതിയ വ്യക്തി നമ്മളെ കൂടെ ഉണ്ട്. And I asked something about I want you to learn something from me. ഞാൻ ആ പയ്യനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ നീ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And he does not know how to write or read. He never been to school at all. ആ കുഞ്ഞിന് എഴുതുവാനോ വായിക്കുവാനോ അറിയത്തില്ല, തന്നെ സ്കൂളിലും ഇതുവരെ പോയിട്ടില്ല. So I asked him, ഞാൻ അവനോട് ഇപ്രകാരം ചോദിച്ചു, I want to teach you to write and read. Do you want it? ഞാൻ അവനോട് ചോദിച്ചു, നിന്നെ എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ, നിനക്കത് ആഗ്രഹമുണ്ടോ? So he said no. അവനോട് പറഞ്ഞു, എനിക്ക് ആഗ്രഹമില്ല എന്ന്. Maybe he don't understand what I'm saying. ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് അവന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. There's no person in this room ഈ മുറിയിലായിരിക്കുന്നു ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ മുറിയിലില്ല. The people, those who have no house, they desire, I like to have a house. ഒരു ഭവനമില്ലാത്ത വ്യക്തിക്ക് നല്ലൊരു ഭവനം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. The one who not married, desiring, I like to have a good wife. വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് നല്ലൊരു ഭാര്യ വേണമെന്ന് ആഗ്രഹിക്കുന്നു. The one who does not have a job is desiring, I like to have a good job. ഒരു ജോലിയില്ലാത്ത ഒരു വ്യക്തി എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Okay, this is a desire.
ഇത് ആഗ്രഹമാണ്. A pastor, ഒരു പാസ്റ്റർ ആയ വ്യക്തി, and he have a desire. അദ്ദേഹത്തിനും ഒരു ആഗ്രഹമുണ്ട്. And his desire always connected to the church. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നത് എപ്പോഴും സഭയുടെ കേന്ദ്രീകരിച്ചായിരിക്കും. My church should be the big church in the city. അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്ന ഈ സിറ്റിയിലെ ഏറ്റവും വലിയ സഭയായിരിക്കണം എന്റെ സഭ. I like to have a big auditorium. എനിക്ക് വലിയൊരു ഓഡിറ്റോറിയം എനിക്ക് വേണം. And in my ministry so many signs and wonders need to be take place. എന്റെ ശുശ്രൂഷയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണണമെന്നും. And these are the desire of a pastor. ഇതൊരു പാസ്റ്റർ ആയിരിക്കുന്ന ആഗ്രഹങ്ങളാണ്. But to fulfilling this desire, എന്നാൽ ഈ ആഗ്രഹങ്ങളെ നിവർത്തീകരിക്കുവാൻ you need to make a decision. അവിടെ നമ്മൾ ഒരു തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ്. Amen. ആമേൻ. Anybody seen the gym there? There's a gym there. ഇവിടെ അടുത്തൊരു ജിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. All these people coming to the gym, അവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികൾ, they have a desire. അവർക്കും ഒരു ആഗ്രഹമുണ്ട്. They want to have a, what do you call the belly? Six pack? അവരുടെ വയറ് 6 പാക്ക് ആക്കണമെന്ന്. I'm trying, but it's not going down. ഞാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കുറയുന്നില്ല. And they like to have big muscles. അവർ ചിന്തിക്കുന്നു എനിക്ക് നല്ല മസിൽ ഉണ്ടായിരിക്കണം. So these are the reason they spend money, time, and coming here. ഇതാണ് അവരുടെ ആഗ്രഹം. അവർ സമയം അതിനുള്ള പണവും ചെലവാക്കി അവർ കടന്നു വരുന്നത്. So they have a desire to have a 6-pack belly and having muscle. അവർക്ക് വലിയ മസിലും അതുപോലെ 6 പാക്ക് ആയിരിക്കുന്ന വയറുണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. But every day they praying 3 times, 5 times, fasting and praying. Is this going to happen? അവർ 3 നേരം പ്രാർത്ഥിക്കുകയും ഉപവാസം എടുക്കുകയും ചെയ്തത് കൊണ്ട് അവരുടെ ഇതെല്ലാം സംഭവിക്കുമോ? Is this going to happen? അത് സംഭവിക്കാൻ പോകുന്നു. Hello? Is it happen or not happen? അവർ 3 നേരം പ്രാർത്ഥിക്കുകയും ഉപവാസം ഇരിക്കുകയും ചെയ്താൽ അവർക്ക് 6 പാക്ക് വയറും മസിലൊക്കെ ഉണ്ടാകുമോ? They have to make a decision. That decision is, I want to go to gym. അവർ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അവരത് ചെയ്യുവാൻ തക്കണം അവർക്കൊരു തീരുമാനമെടുക്കേണ്ടത് ആവശ്യമായിട്ട് വരും. So your decision, your desire, work with your decision. നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തീരുമാനമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. Okay, I will continue for the next Sunday. അടുത്ത ഞായറാഴ്ച ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ഞാൻ പറയാം. They have a desire to build the body. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്ന നല്ലൊരു ബോഡി, ശരീരം അവർക്ക് decision to go to gym. അത് ചെയ്യുവാൻ തക്കോണം ഒരു തീരുമാനമെടുത്ത് ജിമ്മിലേക്ക് പോകാൻ. Okay, they came Monday. ഒരു തിങ്കളാഴ്ച കടന്നു വന്നു. Next time they come 5 days later. ചിലപ്പോൾ അടുത്ത ദിവസം 5 ദിവസം കഴിഞ്ഞാണ് വരികയാണ്. Next time maybe 2 weeks later. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ. Next time maybe 1 month later. ചിലപ്പോൾ അതിനുശേഷം പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ. Is this going to work? ഇത് ശരിയായിട്ട് നടക്കുമോ? Their muscle will not work. അവരുടെ ആ മസിൽ ഒരിക്കലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. Their stomach will not go back. അവരുടെ വയർ കുറയത്തില്ല. Their desire is good. അവരുടെ ആഗ്രഹം നല്ലതാണ്. But the decision they made was good. അവർ എടുത്ത തീരുമാനവും നല്ലതാണ്. But in their life no discipline. എന്നാൽ അത് ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കമില്ലാതെ പോകുന്നു. Amen. ആമേൻ. I met some guy here. ഞാൻ ഒരു വ്യക്തിയെ ഞാൻ ഇപ്രകാരം പരിചയപ്പെട്ടു. And I'm not mentioning the name, but he know nothing about Hinduism. ഞാൻ ആ വ്യക്തിയെ കുറിച്ച് പേര് പറയുന്നില്ല. അദ്ദേഹത്തിന് ഹിന്ദുവിസത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. I know Hinduism more than him. അദ്ദേഹത്തെക്കാളും കൂടുതൽ ഹിന്ദുത്വത്തെ കുറിച്ച് എനിക്കറിയാം. So when I'm talking, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ I talk more Jesus to him. ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ യേശുവിനെ കുറിച്ച് പറയാനുണ്ടായി. But he was trying to pull me down through Hindu philosophy. അദ്ദേഹത്തിന്റെ സാഹിത്യം മാത്രം എന്നെ അതിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. So I started talk to him about Hindu philosophy. അപ്പോൾ ഞാൻ അപ്രകാരം യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ താൻ എന്നെ നിരാശപ്പെടുത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹിന്ദുത്വത്തെ കുറിച്ച് പറയാനിടയായി. But he had no answer. പക്ഷെ ഞാൻ ഹിന്ദു മതത്തെ കുറിച്ച് തന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മറുപടിയും ഇല്ലായിരുന്നു. I talked to many avatar. ഞാൻ അവതാരങ്ങളെ കുറിച്ച് ഞാൻ പലതും സംസാരിച്ചു. No idea. അവനത് എന്തെന്ന് പോലും അവൻ അറിയത്തില്ലായിരുന്നു. So I told him, ഞാൻ അവനോട് ഇപ്രകാരം പറഞ്ഞു, don't talk the things which you does not know. നിനക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ നീ പറയാതിരിക്കുക എന്ന് പറഞ്ഞു. That's better for you. അത് നിനക്ക് നല്ലതാണെന്ന് പറഞ്ഞു. I know about Jesus, that's the reason I'm talking about. എനിക്ക് യേശുവിനെ കുറിച്ച് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. I can talk the whole day about the Lord because I know it and I'm experiencing Christ in my life. എനിക്കൊരു ദിവസം മുഴുവനും എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ തക്കോണം സാധിക്കും. കാരണം എനിക്ക് യേശുവിനെ അറിയാം, എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അനുഭവിക്കുകയും ചെയ്യുന്നു. So now he is suffering in some areas. ഇന്ന് അവൻ ചില വിഷയങ്ങൾ മേൽ അവൻ നിരാശപ്പെട്ടായിരിക്കുന്നു. Because കാരണം എന്തെന്നാൽ he is not a Christian. He's not a Christian. അവനൊരു ക്രിസ്ത്യാനിയല്ല.
but act like a Christian, പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ പോലെ അവൻ അഭിനയിക്കുന്നു, talk like a Christian, ഒരു ക്രിസ്ത്യാനിയെ പോലെ അവൻ സംസാരിക്കുന്നു, but no experience in his life about the Lord. എന്നാൽ ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന അനുഭവം തന്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു And വ്യക്തിയായിരിക്കും. for that person, God cannot help him at all. എന്നാൽ അപ്രകാരമുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ജീവിതശൈലിയുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. Because the Bible says you are not cold, you are not hot, you are a lukewarm. അവിടെ വേദപുസ്തകം പറയുന്നു, നിനക്ക് നീ വെളിച്ചമല്ല, നീ ഉഷ്ണമാലമല്ല, ശീതമാനമല്ല എന്ന് പറയുന്നു. Okay, our point is this morning, this early morning, ഇത് അതിനുള്ള സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, we are entering into new year. നിങ്ങൾ ഈ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ What are you desiring? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന This വിഷയങ്ങൾ? year. ഈ പുതുവർഷത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? Tangaji sister give a very good testimony. തങ്കജി സിസ്റ്റർ നല്ലൊരു സാക്ഷ്യം പറയുവാനിടയായി. And God fulfill her desire to have a daughter-in-law more than like a daughter. ഒരു മകളെക്കാട്ടിലും ഒരു മകളെ പോലെ ഒരു മരുമകൾ ലഭിക്കണമെന്ന് അവരുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കുവാനിടയായി. Thus God fulfilled the desire. അവരുടെ ആഗ്രഹത്തെ ദൈവം പൂർത്തീകരിക്കുവാനിടയായി. In the Bible, വേദപുസ്തകം നോക്കുമ്പോൾ there are so many things I want to share with you. നിങ്ങളോട് സംസാരിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. But I just to make a point and pass by. അതിനെക്കുറിച്ച് വെറുതെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം നൽകി ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. Everybody know Daniel, the prophet Daniel. നിങ്ങൾക്ക് എല്ലാവർക്കും ദാനിയേലിനെ കുറിച്ച് അറിയാം. Daniel was captured. ദാനിയേൽ പിടിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ And he was in Babylon captivity. അവൻ ബാബിലോൺ പ്രദേശത്ത് അവൻ അവിടെ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ And the king chose certain people to work in the palace. ആ കൊട്ടാരത്തിൽ ചില വ്യക്തികളെ ജോലി ചെയ്യുവാൻ തക്കോണം രാജാവ് തിരഞ്ഞെടുത്തിരുന്നു. And the chosen people were Daniel, Shadrach, Meshach, Abednego. എന്നാൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ശദ്രക്, മേശക്, അബേദ്നെഗോയും അതുപോലെ ദാനിയേലുമായിരുന്നു. And the king want them to train all the things, all the science, all the philosophy, all the magic and all the laws they want trained to these people. എന്നാൽ ഈ രാജാവിന് ഈ വ്യക്തികൾക്ക് തനിക്ക് അറിയാവുന്നതായിരിക്കുന്ന മന്ത്രങ്ങളെ കുറിച്ചും തനിക്കറിയാവുന്ന സാഹിത്യങ്ങളെ കുറിച്ചും എല്ലാം പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. And the king want them physically, spiritually, these people need to be fit. അവർ ഇതിനും ശാരീരികമായിട്ടും ആത്മീയ നിലയിലും അതിനെല്ലാം അവർ ഒരുക്കമായിരിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു. So he did. They bring food from the palace for these people to eat. അതുകൊണ്ട് ഇവർ അപ്രകാരം ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുവാനിടയായി. I know you know all the stories I'm talking. അതിന്റെ കഥകളെ കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിലുണ്ട്. Just passing by. ഞാൻ അതുകൊണ്ട് അത് വെറുതെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. So the food came from the palace. അവർക്കുള്ള ആഹാരം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്നു. And he made a decision in his life. എന്നാൽ ആ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാനിടയായി. What was the decision of Daniel? എന്തായിരുന്നു ദാനിയേലിന്റെ ജീവിതത്തിലെ തീരുമാനം? He liked to have a food. അവൻ ആഹാരം ആഗ്രഹിക്കുന്നുണ്ട്. Because that's a desire for the body. കാരണം അത് ശരീരത്തിന്റെ ആവശ്യമാണ് ആഹാരം എന്നുള്ളത്. And he liked to have food. I like food. My stomach is like this because I like to eat. ദാനിയേലും ആഹാരം ആഗ്രഹിച്ചു, ഞാനും ആഹാരം ആഗ്രഹിക്കുന്നു, കാരണം അതുകൊണ്ട് എന്റെ വയറത്രയും വലുതായിരിക്കുന്നത്. So you will see my stomach that you know that I'm a eating person. അപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. Daniel 1:8. ഒന്നാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ Okay, what was his decision? എന്തായിരുന്നു ദാനിയേലിന്റെ തീരുമാനം? I will not defile myself through this tasty, wonderful meal coming from the palace. രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്വാദുള്ള ഭക്ഷണത്താൽ ഞാൻ എന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ തീരുമാനമെടുത്തു. You think the food from the palace is dirty? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം അത് മോശമാണെന്ന്? It's a very nice food. അതെപ്പോഴും വളരെ സ്വാദുള്ള ഭക്ഷണമായിരിക്കും. But എന്നാൽ before their food supplied, they do some rituals to their idols. പക്ഷേ ആ ആഹാരം ഇവർക്ക് വിളമ്പുന്നതിന് മുമ്പ് അവർ ആ ബിംബങ്ങൾക്ക് മുമ്പിൽ അവർ അത് പൂജ ചെയ്യാറുണ്ട്. So when you go to the Ayyar hotel here, Arya Bhavan, നിങ്ങൾ ആര്യ ഭവൻ ഇങ്ങനെയുള്ള ഹിന്ദു ഹോട്ടലിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ before they come in to us, when they cook, they do some pujas there. അവർ ആ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് അവർ ചില പൂജകളൊക്കെ ചെയ്യാറുണ്ട്. But we don't care. We are from the New Testament people. പക്ഷെ നമ്മളൊന്നും കാര്യമാക്കാറില്ല, കാരണം നമ്മൾ പുതിയ നിയമത്തിലെ വിശ്വാസികളാണ്. But they all first offer to their God. പക്ഷെ അവർ ചെയ്യുന്നത് എന്തും ആദ്യം അവരുടെ ദൈവത്തിന് അത്ര അവർ സമർപ്പിക്കുന്നത്. But what Daniel's decision? പക്ഷെ ദാനിയേലിന്റെ തീരുമാനം എന്തെന്നാൽ, I don't want that food which is offered to the idol. എന്നാൽ ബിംബത്തിന് മുൻപിൽ വെച്ചിരിക്കുന്ന അന്യ വിഗ്രഹത്തിന് മുൻപിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് ദാനിയേൽ തീരുമാനിക്കുന്നുണ്ടായി. That's a decision he made, that he said, I will not defile my body, my spirit because of the sweet
or nice food from the palace. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം തീരുമാനമെടുത്തത്, കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വാദ ഭോജനത്താൽ ഞാൻ എന്റെ ശരീരത്തെ എന്റെ ആത്മാവിനെ ഞാൻ അശുദ്ധമാക്കുകയില്ല എന്ന്. Okay, that's a decision. അതൊരു തീരുമാനമാണ്. Desire is great, അവന്റെ ആഗ്രഹം വലുതായിരുന്നു, but decision is very, very important. എന്നാൽ അവൻ അതിന്മേൽ എടുത്ത തീരുമാനം വളരെ പ്രാധാന്യമുള്ളതാണ്. Now he have to discipline himself. ഇപ്പോൾ ആ തീരുമാനത്തിന്മേൽ തന്നെ ഒരുക്കേണ്ടത് ആവശ്യമാണ്, അച്ചടക്കപ്പെടുത്തേണ്ട ആവശ്യമാണ്. What is the discipline? എന്താണ് തനിക്ക് വേണ്ടി ഒരുക്കേണ്ടത്? I like to have some little soup. That's all I need. എനിക്ക് ആവശ്യമുള്ള ഒരു അല്പ സൂപ്പ് മാത്രമാണ്, അത് മാത്രം മതി. And I will survive with this. ഞാൻ അതിൽ കൂടെ ഞാൻ അത് ജീവിക്കുവാൻ I will ഇടയാക്കും. prove to the king our body is better than the food that you given to other people. ഈ കുടിക്കുന്ന സൂപ്പിന് മുഖാന്തരം രാജഭക്ഷണത്തെ കാട്ടിലും ഞങ്ങൾക്ക് അതിൽ ആരോഗ്യം ഉണ്ട് എന്ന് കാണിക്കണമെന്ന് ദാനിയേൽ തീരുമാനിച്ചു. So he made the decision. ദാനിയേലോട് തീരുമാനമെടുത്തു. And he disciplined himself. അവനെ തന്നെ അതിനു വേണ്ടി അവൻ ഒരുക്കപ്പെടുത്തി. And he proved to the king they are more healthy and handsome and intelligent than other people. അത് മാത്രമല്ല, രാജാവിന് മുമ്പിൽ അവരത് പ്രൂവ് ചെയ്യാനിടയായ അവർ ആരോഗ്യമുള്ളവരാണ്, അവർ സൗന്ദര്യമുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണെന്നും. Daniel chapter 6 verse 10. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ. Go ahead, somebody can read it. Okay, here is the thing. The high officials, they were jealousy against Daniel. ഇവിടെ ആയിരിക്കുന്ന ആ ഉന്നത അധികാരികൾ ദാനിയേലിന്റെ വളർച്ചയിൽ അവർ വളരെ അസൂയുള്ളവരായി തീർന്നു. They want to caught something. അവർക്ക് എന്തെങ്കിലും ഒരു കുറ്റം ദാനിയേലിൽ കാണണമെന്ന് അവർ And they ആഗ്രഹിച്ചു. want to accuse him and throw him out of the presence of the king. അവിടെ രാജാവിന്റെ സ്ഥാനത്തിൽ നിന്ന് അവൻ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തി അവിടെ നിന്ന് മാറ്റണമെന്ന് അവർ ആഗ്രഹിച്ചു. And Daniel was very close to the king. എന്നാൽ ദാനിയേൽ രാജാവിനോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. So they made a decree without the knowledge of the king. എന്നാൽ രാജാവ് അറിയാതെ അവർ രേഖ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. They said this month അതുകൊണ്ട് അവർ ഇപ്രകാരം എഴുതി, ഈ മാസം മുതൽ nobody allowed to talk except to the king. രാജാവിനോട് ആരും സംസാരിക്കുവാൻ തക്കോണം അനുമതിയില്ല എന്ന്. So they made something which is to block to Daniel. ദാനിയേൽ രാജാവുമായിട്ട് ഒരു സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ചില കാര്യങ്ങൾ ചെയ്യുവാനിടയായി. So they made a decree. അവർ അതിനുവേണ്ടി രേഖ എഴുതുവാനിടയായി. And they were watching if anybody talking to anyone except to the king. രാജാവിനോടല്ലാതെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. But their eyes upon Daniel because they want to accuse him. പക്ഷേ അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ദാനിയേലിന് മേൽ മാത്രമായിരുന്നു, കാരണം അവർക്ക് ദാനിയേലിനെ കുറ്റപ്പെടുത്തണമെന്നായിരുന്നു. And they come to see Daniel. അവർക്ക് ദാനിയേലിനെ കാണുവാൻ വന്നപ്പോൾ And Daniel was praying. He opened the windows to the east and he was praying 3 times a day as he used to be before. ദാനിയേൽ വായിക്കുന്ന പോലെ ദാനിയേൽ എന്നും ചെയ്യുന്നത് പോലെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്ന്. Okay, now I am going to ask you. ഞാൻ നിങ്ങളോട് ഇന്നൊരു കാര്യം ചോദിക്കട്ടെ. Can this decree stop a praying man? ഈ രേഖ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ നിർത്തുവാൻ തക്കോണം സാധിക്കുമോ? He is the man of prayer. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. He used to pray. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. And 3 times a day. എപ്പോഴും ചെയ്യുന്നത് പോലെ 3 നേരം അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. And he was praying for many months and many years. വർഷങ്ങൾ മാസങ്ങൾ താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. And now the new decree came, you cannot do that. ഈ ഒരു പുതിയ രേഖ അവിടെ എഴുതപ്പെട്ടു, നിനക്കത് ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന്. But can this decree stop Daniel's prayer? എന്നാൽ ഈ ഒരു രേഖ ദാനിയേലിന്റെ പ്രാർത്ഥന നിർത്തുവാൻ സാധിക്കുമോ? It cannot, because his decision is very quality. ഇത് ഒരിക്കലും സാധിക്കത്തില്ല, കാരണം ദാവീദ് ദൈവസഭയിൽ എടുത്ത തീരുമാനമാണ് താൻ പ്രാർത്ഥിക്കുക എന്നുള്ളത്. So his desire, തന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, I want my prayer need to be answered. എന്റെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും മറുപടി ഉണ്ടാകണമെന്ന് ദാനിയേൽ ആഗ്രഹിക്കുന്നു. And he is praying 3 times. This is a decision. അത് 3 നേരം പ്രാർത്ഥിക്കും എന്നുള്ളത് തന്റെ തീരുമാനവുമാണ്. And he made a discipline that every day 9 o'clock in the morning, 1 o'clock in the evening, 6 o'clock in the evening. അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് തന്നെ അതിനു വേണ്ടി താൻ അച്ചടക്കത്തോട് ഒരുക്കവനിടയായി. രാവിലെ 9 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക് ഒരുക്കുവാനിടയായി. What is the difference between Daniel and our believer? ദാനിയേലും നമ്മുടെ വിശ്വാസികളിൽ നല്ല വ്യത്യാസം എന്തെന്നറിയാമോ? We have a desire. നമുക്ക് ആഗ്രഹമുണ്ട്. I want to lay hands on the sick,
they need to be recovered. രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. I want to lay the hands, so miracle need to be happening. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. It's a good desire. അത് നല്ല ആഗ്രഹമാണ്. Every believer should have that desire. എല്ലാ വിശ്വാസികൾക്കും അപ്രകാരം ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. But how about the decision reading the Bible every day? പക്ഷേ വേദപുസ്തകം ദിവസവും വായിക്കുന്നതിനുള്ള തീരുമാനം എപ്രകാരമായിരിക്കുന്നു? How many hours I need to pray, that kind of decision? ഞാൻ എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിക്കണമെന്നൊരു തീരുമാനം എവിടെ പോയിരിക്കുന്നു? Church is 10 o'clock in the morning. രാവിലെ ആരാധന 10 മണിക്കുന്ന സമയമാണെങ്കിൽ How many come after 11 o'clock? എത്ര പേരാണ് 11 മണിക്ക് ശേഷം കടന്നു വരുന്നത്? It's very easy for me to watch from here and I look time. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ നോക്കുവാനും സമയം നോക്കുവാനും എനിക്ക് വളരെ എളുപ്പമാണ്. How many make that decision? എത്ര പേർ ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്? How they make the discipline in their life? ആ എടുക്കുന്ന തീരുമാനം അവരുടെ ജീവിതമാറ്റ എപ്രകാരം അവരെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു? Do you know the Sabarimala people? നിങ്ങൾക്ക് ശബരിമലയിൽ പോകുന്ന വ്യക്തികളെ കുറിച്ച് അറിയാമോ? There's so much suffering to come to Sabarimala. അവർ ശബരിമലയ്ക്ക് കയറുവാൻ തൊക്കെ ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട്. I watch in the TV. ഞാൻ എപ്പോഴും ടിവിയിൽ അത് കാണുവാറുണ്ട്. What they doing there? അവരെന്താണ് അവിടെ ചെയ്യുന്നത്? Millions of people made their decision. Vow before their God. This year I want to go to Sabarimala. ലക്ഷക്കണക്കിന് ജനം അവരുടെ നരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ വണങ്ങണം എന്നുള്ള തീരുമാനമെടുത്ത് അവർ അതിനു വേണ്ടി ഒരുങ്ങുന്നു. And they discipline themselves not to eat meat. അതിനു വേണ്ടി അവരെ തന്നെ അവർ ഒരുക്കുന്നു. ഞാൻ മാംസം കഴിക്കുകയില്ല എന്ന്. Not to go to his wife. ഭാര്യയുടെ കൂടെ ഞാൻ കടന്നു പോകത്തില്ല. Not to use even chappals or anything. ചെരുപ്പ് ഞാൻ ഉപയോഗിക്കത്തില്ല എന്ന്. That's a very quality decisions in their life. അവരത് ചെയ്യുവാൻ തൊക്കെ അവരുടെ ജീവിതത്തിൽ എടുക്കുന്നതായിരിക്കുന്ന തീരുമാനങ്ങളാണ്. And the time they spent. അതിനുവേണ്ടി അവർ ചെലവഴിക്കുന്ന സമയം. When we look those people, we are not even comparing to them. അവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ താരതമ്യം ചെയ്യുവാൻ സാധിക്കുകയില്ല. Okay, making the point. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. Even though the decree was against Daniel, but that could not stop him in his prayer life. ദാനിയേലിന് വിരോധമായിട്ടാണ് രേഖ എഴുതപ്പെട്ടുവെങ്കിലും അവന്റെ കാര്യക്കുന്ന പ്രാർത്ഥന ജീവിതത്തിൽ അത് ഒരു തടസ്സം വരുവാൻ തക്കോണമിടയായില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Their commitment to the Lord, not to see the public people. അവൻ ദൈവത്തോടത്ര അവന്റെ ധരിക്കുന്ന തീരുമാനമുണ്ടായിരുന്നത്. They made the things with God. അവൻ ദൈവവുമായിട്ടാണ് അവരുടെ ഉടമ്പടി ഉണ്ടായിരുന്നത്. And they don't want to break it. അത് ഒരിക്കലും അത് മുറിക്കുവാൻ തക്കോണം അവർ ആഗ്രഹിച്ചില്ല. When you come to Shadrach, Meshach, Abednego, the same thing. അതേപോലെ ശദ്രക് മേശക് അബേദ്നെഗോയുടെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. Chapter 3 verse 16. അതിന്റെ 3-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ You don't need to read it. നിങ്ങൾ വായിക്കേണ്ടത് ആവശ്യമില്ല. They made a decision. അവരൊരു തീരുമാനമെടുക്കുവാനിടയായി. And their desire, അവരുടെ ആഗ്രഹം എന്തെന്നാൽ they want to live in their desire. I don't want to die. ഞങ്ങൾക്ക് മരിക്കണ്ട എന്നൊരു ആഗ്രഹമല്ല അവർ പറഞ്ഞത്. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം They ഉണ്ടായിരിക്കാം. like to live, the young people. അവർ ചെറുപ്പക്കാരാണ്, അവർക്ക് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്. But they said to the king, അവരെന്നാൽ രാജാവരോട് അവർ പറഞ്ഞത്, okay, maybe someone can read. That's a very good word. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചാട്ടെ. Chapter 3 verse 16. 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. That what they said was very important thing. വളരെ പ്രധാനമുള്ള കാര്യമാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. This is something, I don't know, you're going to say it if you have a chance. ഇതുപോലൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും ഇത് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Here is all the higher authorities and the kings and the nobles are sitting in the balcony. ഇവിടെ ഒരു വശം നോക്കുമ്പോഴത്തേക്ക് അവിടെ രാജാവും വളരെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ ബാൽക്കണിയിൽ ഇരിക്കുന്നു. And this side is 7 times higher. The heat, the fire is going up. ഇവിടെ മറുസൈഡ് നോക്കുമ്പോഴേ 7 അതിനധികമായ രീതിയിൽ അവിടെ തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. And this side is a little young boys. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 3 ചെറുപ്പക്കാരായിരിക്കുന്ന വ്യക്തികൾ. And behind the boys, ആ ചെറുപ്പക്കാരുടെ പിന്നിൽ there are tens of thousands of people bowing down before the golden image. ആയിരക്കണക്കിന് ജനം ആ ബിംബത്തിന് മുമ്പിൽ ഭയന്ന് അവർ വണങ്ങി നിൽക്കുന്നു. That's the situation. അതാണ് അവിടുത്തെ ആയിരിക്കുന്ന ഒരു സാഹചര്യം. This side is a huge fire is burning. അവിടെ ഒരു വശത്ത് വളരെയധികം തീഗോളം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. All the nobles and kings were sitting and ready to watch. മറുവശത്ത് നോക്കുമ്പോൾ രാജാവും വളരെ ഉന്നതമായിരിക്കുന്ന വ്യക്തികൾ ഇവരുടെ മരണത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. But this young boy said, എന്നാൽ ഈ 3 ചെറുപ്പക്കാർ പറഞ്ഞത്, we have nothing to argue with you. നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാൻ തക്ക വേറൊന്നുമില്ല. We made a decision in our heart. ഞങ്ങളുടെ ഹൃദയത്തിൽ പക്ഷേ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. We are not going to bow down. ഈ ബിംബത്തിനു മുമ്പിൽ ഞങ്ങൾ ഒരു നാളും വണങ്ങുകയില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. God is not able to save us, we don't care, but we not going to bow down. ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ബിംബത്തിനെ വണങ്ങുകയില്ല എന്ന് അവർ തീരുമാനിച്ചു. So what I am trying to say in this evening, ഇന്ന് ഈ പകൽ സമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം,
what is your desire? God wants to do something for you this നിനക്ക് year. വേണ്ടി ദൈവം ചിലതൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിന്റെ ആഗ്രഹം എന്താണ്? God cannot do anything if you don't have any plans or purpose in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പദ്ധതി നിങ്ങൾക്കില്ല എങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. Don't ask God, show me your will in my life. ദൈവമേ എന്റെ ജീവിതത്തിൽ നിന്റെ ഹിതം എന്തെന്ന് പറയുക എന്നല്ല. God, show me something. ദൈവം എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്നല്ല. You know, when you go to some churches, people come and pray, then ask you, did God tell me anything about me? ചില സഭകൾ നോക്കുമ്പോഴത്തേ അവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ ചെന്ന് ചോദിക്കാറുണ്ട്, ദൈവം എന്നെ കുറിച്ച് എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? So the pastor is really in trouble. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ പാസ്റ്ററിന് ആകെ പ്രശ്നമാണ്. എന്തെങ്കിലും പറയണമല്ലോ. He need to say something. എന്തെങ്കിലും വിഷയത്തിന് മറുപടി പറയണമല്ലോ. Oh, immediately, oh, thus says the Lord, oh, told me next year or this couple of years of time, God going to give 10 times blessing in your life. ഉടനെ അദ്ദേഹം പറയും, ദൈവനോട് ഇപ്രകാരം പറഞ്ഞു, ഈ വരുന്ന വർഷങ്ങളെല്ലാം നിനക്ക് ഇരട്ടി നന്മകൾ 10 വരെ നന്മകൾ നിനക്ക് നൽകാൻ പോകുന്നു. It's a big lie, just pleasing to that person. അത് വലിയൊരു കളവാണ്. കാരണം ആ ചോദിച്ച വ്യക്തികളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം പറയുന്നത്. Pleasing to someone else, you have to say something like that. ഒരു മറ്റൊരു വ്യക്തിയെ തൃപ്തിപ്പെടുത്തുവാൻ എന്തെങ്കിലും പറഞ്ഞു വരുന്നു എന്ന് മാത്രം. Okay, I'm not going to another area. I just want to say something to you. ഇത് മറ്റു വിഷയങ്ങളെ കുറിച്ചല്ല, നമ്മൾ വായിച്ച വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. When you go to the restaurant, നിങ്ങൾ റെസ്റ്റോറന്റിലേക്ക് കടന്നു പോകുമ്പോൾ, ഹോട്ടലിലേക്ക് കടന്നു പോകുമ്പോൾ you are hungry. നിങ്ങൾ വിശപ്പുള്ളവരാണ്. And what did you say to the restaurant people? നിങ്ങൾ അവിടെ പോയിട്ട് അവരോട് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? You will go and say, give me something to eat. നിങ്ങൾ അവരോട് പോയിട്ട് നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയിട്ട് പറയുമോ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താന്ന് പറയുമോ? I am very hungry. എനിക്ക് വിശപ്പുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ എന്ന് പറയാറില്ല. Are you going to say something like നിങ്ങൾ that? അങ്ങനെ പറയുമോ? He going to give me a long list. Appam, puttu, chapati, chicken curry, mutton curry, blah, 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 blah. He going to say so many things in a short period of time. ഈ ചെറിയ സമയത്തിൽ നമ്മൾ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഒരുപാട് ലിസ്റ്റ് തന്നെ പറയും. അപ്പം പുട്ട് കറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലിസ്റ്റ് പറയാനിടയാകും. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? We have all these things. ഈ കാര്യങ്ങളെല്ലാം ആ ഹോട്ടലിലുണ്ട്. But you make your decision what you want. പക്ഷെ നിനക്ക് എന്ത് വേണം എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. It's very, very important. അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. I know you are hungry. നിനക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം. That's the reason you came here. അതുകൊണ്ടാണ് നീ എന്റെ ഹോട്ടലിലേക്ക് കടന്നു വന്നത്. I know you are thirsty. നിനക്ക് ദാഹമുണ്ടെന്ന് എനിക്കറിയാം. But we know all these things. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. But you make a decision about what you are going to eat. പക്ഷെ എന്ത് വേണം അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്ന് നീ അത്ര തീരുമാനിക്കേണ്ടത്. You know, 2 blind men came to Jesus. 2 കുരുടർ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. This is very, very, very logic. അത് വളരെയധികം ലോജിക്കായിരിക്കുന്ന വിഷയമാണ്. And Jesus asking them, യേശു അവരോട് ചോദിക്കുകയാണ്, what do you want me to do for you? നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. You think Jesus does not know what they want? യേശുവിന് അവർക്ക് എന്ത് ആവശ്യമെന്ന് അറിയത്തില്ലേ? ഹലോ, ഉറങ്ങുന്നവർ അല്ലല്ലേ പറഞ്ഞാട്ടെ? ഇപ്പൊ ഉറങ്ങുന്നു. കുഴപ്പമില്ല. I mean, is Jesus know what the blind men want? ആ കുരുടർക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് യേശുവിന് അറിയത്തില്ലയോ? Of course he knows. തീർച്ചയായിട്ടും യേശുവിന് അറിയാം. But he is expecting an answer from the blind man. എന്നാൽ ആ കുരുടരിൽ നിന്ന് യേശു ഒരു ഉത്തരം ആഗ്രഹിക്കുന്നു. What's your desire? എന്താണ് നീ ആഗ്രഹിക്കുന്നത്? What do you want? എന്താണ് നിനക്ക് ആവശ്യം? What are you expecting from me to do to you? നിനക്ക് വേണ്ടി ചെയ്യുവാൻ നീ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? We have to make those kind of things to receive things from the Lord. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ചില തീരുമാനങ്ങൾ നമ്മൾ ദൈവത്തിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. This whole day I was in my house. ഞാൻ ഇന്നത്തെ ദിവസം മുഴുവനും കഴിഞ്ഞ ദിവസം മുഴുവൻ ഞാൻ എന്റെ ഭവനത്തിലായിരുന്നു. And the whole day I was studying the Bible, reading the Bible, meditating, and I'm praying and I'm writing something. ഞാൻ കഴിഞ്ഞ ദിവസം മുഴുവനും ഞാൻ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനുവേണ്ടി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. I look back 2015. ഞാൻ 2015 ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ I didn't do much things for the Lord. ഞാൻ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. Every year about my birthday, which is August 28, ഓഗസ്റ്റ് 28 എന്റെ ബർത്ത്ഡേ ദിവസത്തിൽ we have a crusade. We conduct a crusade. ഞങ്ങൾ എപ്പോഴും ഒരു ക്രൂസൈഡ് ഞങ്ങൾ ക്രമീകരിക്കാറുണ്ട്. This was happening for many years. വളരെ വർഷങ്ങൾ ഞങ്ങൾ അത് ചെയ്തു വന്നുകൊണ്ടിരുന്ന വിഷയമാണ്. But the last year didn't happen. എന്നാൽ കഴിഞ്ഞ വർഷം അത് സംഭവിച്ചില്ല. So I was looking back. ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിന്നിലേക്ക് ഓരോ വർഷങ്ങളും I ചിന്തിക്കുവാനിടയായി. couldn't do so many things for the Lord. ഞാൻ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന്. But the last year it was a very painful year in my life. എന്നാൽ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വർഷമായിരുന്നു. So many cheating and so many lies and so many
betrayal, whatever you can say, and I was very much sad. എന്റെ ജീവിതത്തിൽ പലവിധമായ ചതിയിലും വഞ്ചനകളിൽ കൂടെ കടന്നു പോയിരിക്കുന്ന അവസ്ഥകളായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. And so this year I was praying. ഞാൻ ഈ വർഷത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I don't want to happen what happened last year. കഴിഞ്ഞ വർഷം എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒന്നും ഈ പുതുവർഷത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. So this January we're going to have another crusade. We're starting in this January. ഈ ജനുവരിയിൽ നമുക്കൊരു ക്രൂസൈഡ് വീണ്ടും ഞങ്ങൾ തുടങ്ങുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. Maybe February also too. ചിലപ്പോൾ ഫെബ്രുവരിയിലും അതുപോലെ ഒരു മീറ്റിംഗ് നടക്കും. Anyway, I want to continue about the things which I done in the past. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ എപ്രകാരം ദൈവത്തിന് എന്നെ പ്രയോജനപ്പെട്ടു അപ്രകാരം ഈ പുതുവർഷത്തിലും ചില ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So I made my decisions in my heart. ഞാൻ അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ അപ്രകാരം ഒരു തീരുമാനമെടുക്കുവാനിടയായി. I make some decisions also. ഞാൻ അതുപോലെ വേറെ ചില കാര്യങ്ങളും ഞാൻ തീരുമാനങ്ങൾ എടുത്തു. Now I have to make a discipline in my life. ഇനി ആ വിഷയങ്ങൾ ഇനി പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ തക്കോണം ചില വിഷയങ്ങളും ഞാൻ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ചില കാര്യങ്ങൾ ക്രമീകരണങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ട്. എന്റെ പണത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടെ കുറിച്ച് ഞാൻ പിറുപിറുക്കേണ്ടതില്ല. കാരണം ദൈവസന്നിധിയിൽ ഒരുപാട് സമ്പത്തുണ്ട്. ഹലോ, യെസ് ഓർ നോ? ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറഞ്ഞാട്ടെ. Plenty money. ദൈവത്തിന് അധികമായ സമ്പത്ത് ദൈവത്തിന്റെ കാര്യത്തിലുണ്ട്. But he is not giving to us. പക്ഷെ ദൈവം അത് നമുക്ക് തരുന്നില്ല. Because we are not spending for him. കാരണം എന്തെന്നാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ അതുപോലെ നമ്മൾ ചെലവഴിക്കുന്നുമില്ല. So we make a decision. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ I am going to do this for the Lord. ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്യുമെന്ന്. I am going to start a Bible college. ഞാനൊരു ബൈബിൾ കോളേജ് തുടങ്ങുവാൻ പോകുന്നു. I am going to print thousands of tracts. ഞാൻ ആയിരക്കണക്കിന് ട്രാക്റ്റുകൾ ഞാൻ വിതരണം ചെയ്യുവാൻ വേണ്ടി അതിനെ പ്രസിദ്ധീകരിക്കുമെന്ന്. Make a television program. ഒരു ടെലിവിഷൻ പ്രോഗ്രാം തുടങ്ങുമെന്ന്. So make some plans to bring people into the kingdom of God. So God will honor your decision. ദൈവരാജ്യത്തിലേക്ക് ചില വ്യക്തികളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇപ്രകാരം പദ്ധതികളെ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. Our desire need to be pleasing to the Lord. നമ്മുടെ തീരുമാനം എന്ന് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിഷയമായിരിക്കണം. So if that is pleasing to the Lord, അത് ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ the Bible says he will fulfill our heart's desire. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തെ പ്രസാദപ്പെടുത്തുന്നതാണെങ്കിൽ നിന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ എന്റെ ദൈവം നിവർത്തിച്ചു തരുമെന്ന് വചനം പറയപ്പെട്ടിരിക്കുന്നു. I'm stopping here. ഇവിടെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. The reason I can see people are going like this. കാരണം എന്നാൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് എനിക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. Not everybody. എല്ലാവരും അല്ല, but some. ചിലര്. I'm talking, that's the reason I'm not sleeping. ഞാൻ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തത്. If I'm going to sit there, I do just like you do too. ഞാനും അവിടെ പോയിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പോലെ തന്നെ ഞാനും ഉറക്കം തൂങ്ങുവാനിടയാകും. So let's stop here. നമുക്ക് ഇവിടെ നിർത്താം. We'll continue next Sunday. അടുത്ത ഞായറാഴ്ച ഈ വിഷയം നമുക്ക് വീണ്ടും സംസാരിക്കാം. And the reason I'm stopping, I already mentioned. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ വിഷയമാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ നിർത്തുന്നതെന്ന്. This is a very good subject for you. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. There are people here. ഇവിടെ അനേകരുണ്ട്. They are desiring for a house. ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അനേകർ ഇവിടെ ഉണ്ട്. People here they want to get married. ഇവിടെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പലരുമുണ്ട്. Girls are here, they are looking for a nice boys. നല്ല ചെറുപ്പക്കാരന് ജീവിത പങ്കാളിയെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരുണ്ട്. Boys are here looking for nice girls. നല്ല പെൺകുട്ടികളെ ലഭിക്കണമെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. Unemployed are looking for job. ജോലി ഇല്ലാത്ത വ്യക്തികൾ നല്ലൊരു ജോലി ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. And the sick people are desiring to get healed. രോഗികളായിരിക്കുന്ന വ്യക്തികൾ എനിക്ക് വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. People those who have financial crisis or debt, they are expecting let the debt leave from us. സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള കടബാധയിലിരിക്കുന്നവർ അവർ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. So these are the desire. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. So to fulfill this desire, എന്നാൽ ഈ ആഗ്രഹങ്ങളെ എല്ലാം നമ്മൾ നടത്തപ്പെടണമെങ്കിൽ we need to go step by step. നമ്മൾ ഓരോ പടിപടിയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. I don't want to run this subject. അതുകൊണ്ട് ഈ വിഷയത്തെ ഞാൻ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. I want to go slow down and make you to understand why we are not blessed. വേഗത്തിൽ പറഞ്ഞു പോകുവാനല്ല, അത് വളരെ നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. Discipline is a very important thing in our life. നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം എന്ന് പറഞ്ഞ വളരെ അത്യാവശ്യമായ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. Today many people didn't come to the church. ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ആരാധനയ്ക്ക് കടന്നു വന്നില്ല. It's not they don't want to come to the church. അവർക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടായിരിക്കത്തില്ല. Just no discipline. I want to go. No, just ignore it. അവർക്ക് കടന്നു വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് കഴിയാത്തതുമല്ല, അവരതിനെ വേണ്ട എന്ന് വെച്ച് മാറ്റിക്കളഞ്ഞു. As a believer,
അവർ വിശ്വാസികളാണ്. But after this, we're going to finish here. നമ്മളിവിടെ നിർത്തിയതിനു ശേഷം If you're going to drive Kovalam Beach, നമ്മൾ കോവളം ബീച്ചിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞാൽ you will see thousands of people are not sleeping, drinking and dancing, enjoying the new year. They celebrate the new year. ഈ ആരാധനയ്ക്ക് ശേഷം നിങ്ങൾ കോവളം ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ ആയിരക്കണക്കിന് ജനം അവരെ മദ്യപിച്ച് അവിടെ നൃത്തം ചെയ്ത് അവർ ഇന്നത്തെ പുതുവർഷത്തെ അവർ ആഘോഷിക്കുന്നു. But believers, എന്നാൽ വിശ്വാസികൾ they're sleeping. അവർ ഭവനത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. Just not giving a value for this day. കാരണം ഈ ഒരു പുതുവർഷം ദൈവം അവർക്ക് ദാനമായിട്ട് നൽകിയതിനെ കുറിച്ച് അവർ പ്രാധാന്യം അല്ലെങ്കിൽ അതിന് വില അവർ നൽകുന്നില്ല. Time is very, very important. സമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. God given us this day. ദൈവം ഈ ദിവസം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. When you open the tomorrow newspaper, നാളത്തെ പത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ, മനോരമ പേപ്പർ, മനോരമ പേപ്പർ നോക്കിയാലും, I will call, ഞാൻ പറയും നല്ലവരായ നാട്ടുകാർ കുറെ പേരുടെ ഫോട്ടോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. Do you know what that means? അതിന്റെ അർത്ഥം എന്നറിയാമോ? They couldn't see the 2016. 2016 എന്ന ഈ പുതുവർഷം അവർക്ക് കാണുവാൻ തക്കണം സാധിച്ചില്ല എന്നത്രേ ആ മനോരമ പത്രത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. So God has mercy towards each and every one of us to see the new year. ഈ പുതുവർഷം കാണുവാൻ തക്കണം സ്വർഗ്ഗസ്ഥനായ ദൈവം വലിയ കാരുണ്യം അത്രേ നമ്മൾ മേൽ കാണിച്ചിരിക്കുന്നത്. Let's all stand with me. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Thank you, Jesus.